കൃപ ചൊരിഞ്ഞാലും മാതേ. സൃഷ്ടിചക്രത്തിന്റെ സന്തുലനം നിയന്ത്രിക്കുവാൻ അവിടുന്ന് ഉടൻ തന്നെ പുനർജന്മം എടുക്കേണ്ടത് ആവശ്യമാണ് മാതേ. നാം സ്വയം നമ്മുടെ പുനർജന്മം എടുക്കും. പ്രതീക്ഷിച്ചാലും നാരായണ, ആദ്യ പുരുഷൻ ശിവന്റെ വിരഹദുഃഖം ദൂരീകരിക്കുവാൻ വേണ്ടി എത്രയും വേഗം അവതരിക്കുന്നതായിരിക്കും. ശിവന്റെ അപൂർണതയാൽ തന്നെ നാമും അപൂർണയായിരിക്കുന്നതാണ്. അവിടുന്ന് ഏത് രൂപത്തിലാണ് പുനർജനിക്കുവാൻ പോകുന്നത്? വൈകാതെ തന്നെ നാം ഹിമവാന്റെ പുത്രി പാർവതിയുടെ രൂപത്തിൽ ജനിക്കുന്നതാണ്. ശിവന്റെയും പാർവതിയുടെയും സംഗമത്തിൽ ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിൽ ഒരു പുതിയ പ്രകാശം എങ്ങും പടരുന്നതായിരിക്കും. ആ സൃഷ്ടിയുടെ സങ്കലനത്തിൽ സർവൈശ്വര്യങ്ങളും ഭവിക്കും. മേനാവതി, ഞാൻ ആദിശക്തിയാണ്. സർവഗുണ സമ്പന്നയും ത്രിലോകങ്ങളിലെങ്ങും പൂജനീയയുമായ ഈ പുത്രിയിലൂടെ ഞാൻ നിന്റെ ഗർഭത്തിൽ അവതരിക്കുന്നതായിരിക്കും മേനാവതി.